കോഴിക്കടയിൽ വെട്ടുകത്തി കാട്ടി ഭീഷണിപ്പെടുത്തി 5000 രൂപ ഗുണ്ടാപ്പിരിവ് വാങ്ങിയ ശേഷം വീട്ടമ്മയുടെ മാലയും കവർന്ന് കടലിൽ ചാടി രക്ഷപ്പെടാൻ പ്രതിയുടെ ശ്രമം. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം കഠിനംകുളത്തായിരുന്നു ഈ സംഭവം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പുതുക്കുറിച്ചി സ്വദേശി സുഹൈൽ ഖനിയെ കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് കടലിൽ സാഹസികമായി പിടികൂടി. അരുൺ മോഹനുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, ഇതിലേറ്റവും കൗതുകകരം കടലിൽ ചാടി ഈ പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതാണല്ലോ. എന്താണ് ഈ പ്രതിയുടെ പശ്ചാത്തലം? അഭിലാഷ്, അത് തന്നെയാണ് ഇതിലേറെ കൗതുകം നമുക്ക് പറയാനുള്ളത്. കടലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതായത് പശ്ചാത്തലം പറയുമ്പോൾ ഇയാൾ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കഠിനംകുളം സ്റ്റേഷൻ പരിധിയിൽ തന്നെ 7 അധികം കേസുകൾ ഇദ്ദേഹത്തിനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നിരവധി പിടിച്ചുപറി, മോഷണം ഉൾപ്പെടെയുള്ള നിരവധി കേസിലെ പ്രതിയാണ്. ഒരു അക്രമ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. ഒപ്പം കടലിനെ ഇയാൾക്ക് കടലിനെ നന്നായി അറിയാമെന്നുള്ളൊരു ധൈര്യം കൂടെ തന്നെയായിരുന്നു ഇദ്ദേഹം കടലിലേക്ക് എടുത്തു ചാടാനുള്ള സാഹചര്യം കാട്ടിയെന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെയായിരുന്നു ഈ പറയുന്ന കഠിനംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു കോഴിക്കടയിലെത്തി വെട്ടുകത്തി കാണിച്ചു കൊണ്ട് ഗുണ്ടാപ്പിരിവെന്ന രീതിയിൽ 5000 രൂപ കട ഉടമയിൽ നിന്ന് വാങ്ങുകയായിരുന്നു. വാങ്ങിയതിനു ശേഷം ഇദ്ദേഹം അവിടെ ബഹളം കാണിച്ചതിന് ശേഷം പോയി. തുടർന്ന് ഈ കട ഉടമ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തുമ്പോഴായിരുന്നു ഇദ്ദേഹം ഇയാളുടെ വീട്ടിനടുത്ത് നിൽക്കുന്നതായി ശ്രദ്ധയപ്പെടുന്നത്. പോലീസ് വരുന്നത് അറിഞ്ഞ സമയത്തായിരുന്നു അവിടെ നിന്ന ഒരു സ്ത്രീയുടെ ഒരു വീട്ടമ്മയുടെ ജുബേറ എന്ന് പറയുന്ന വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്ന മാലയും പൊട്ടിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹം ചാടിയത്. പോലീസ് പിന്നാലെ ഉണ്ടെന്നതിനെ തുടർന്നാണ് ഇയാൾ കടലിലേക്ക് ചാടുന്നത്. കടലിൽ ചാടി നീന്തുന്നതിനിടയിലായിരുന്നു ഈ പറയുന്ന പോലീസും അവിടെയുള്ള മറ്റ് മത്സ്യത്തൊഴിലാളികളും സഹായത്തിൽ ഏറെ ശ്രമകരമായി ഇയാളെ പിടികൂടുകയായിരുന്നു. ഇപ്പോൾ ഇയാൾ കഠിനംകുളം പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അഭിലാഷ്, തീർച്ചയായും കോടതിയിൽ ഹാജരാക്കിയാലും വലിയ ശിക്ഷയൊന്നും ലഭിക്കാൻ പോകുന്നില്ല. ഇയാൾ വീണ്ടും പുറത്തിറങ്ങും. അപ്പോഴും ഇത്തരം പ്രവൃത്തികൾ തുടർന്നാൽ അത് സഹിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളുകളായിരിക്കും എന്നതാണ് ഏറ്റവും പ്രയാസകരം.